ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ അല്ല, പാർവണേൻ്റെ ആണ്. ഓൾസോ നോൺ ആസ് ലച്ചു. എൻ്റെ നിക്നെയിം പാറുവാണ്. അപ്പോൾ ഞാനിപ്പോൾ പോവുകയാണ് അവളുടെ വീട്ടിലേക്ക്. ബർത്ത്ഡേ അവളെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഇവിടെ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ബർത്ത്ഡേ ഗേൾ. അപ്പോൾ ഗൈസ് ഇതാണ് ലച്ചുവിന് ഗിഫ്റ്റ് കൊടുത്തത്. ഇത് ഹവർ ഗ്ലാസ് പോലെയാണ്. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് പായസം കുടിക്കുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജേർണൽ ചെയ്യാനിരിക്കുകയാണ്. ലച്ചു അപ്പോൾ ഇത് ഞങ്ങൾ ഗിഫ്റ്റ് നമുക്ക് തിരിച്ച് വെക്കാം. ഇത് ഹവർ ഗ്ലാസ് പോലെയാണ്. ലൈറ്റ് കാണുമ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ ഗൈസ്. ഇതിലൂടെ ബബിൾ പോലെയാണ് വരുന്നത്. ആക്ച്വലി ലിക്വിഡാണ്. ഇതിലൂടെ ഒരു മറ്റേ ട്യൂബ് ഒരു സംഭവമാണ് ബബിൾ പോലെ വരുന്നത്. നല്ല രസമാണ് കാണാൻ. ബോഷൊക്കെയാണ് ജേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല ഡോക്ടർ. ഇത് ഭയങ്കര ചെറിയാണ്. ഇതിലൂടെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്ക് ഇവിടെ പേര് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ എടുക്കാനോ ഗൈസ്? മുഴുവനൊന്നും വേണ്ട. മുഴുവൻ വേണ്ടി വരും, അറിയില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ടിഷ്യൂ ഫ്ലവർ പേപ്പർ വെച്ചുണ്ടാക്കുക. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു എക്സ്പെരിമെൻറ്റിലാണ്. ഞങ്ങൾ എക്സ്പെരിമെൻറ്റിലാണ്. മറ്റേ ടിഷ്യൂ ഫ്ലവർ ഇല്ലേ, റോസ്. അപ്പോൾ അത് ഞങ്ങൾ ടിഷ്യൂ അല്ലാണ്ട് പേപ്പർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെച്ച് ഇവിടെ സക്ക് വയ്ക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ പറയാം ഗൈസ്. ഞാൻ ഇത് ബോർഡറൊക്കെ വെച്ചാണ് ചോള. പിന്നെ അരി കിട്ടിയത് മറ്റേ ടിഷ്യൂ റോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പോകാൻ. ഞാൻ കുഞ്ഞി ബുക്കിൻ്റെ ഇങ്ങനത്തെ ഉണ്ടാവും. ഇത്ര ബുക്കിൻ്റെ ഫുൾ പേജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 സാമ്പിൾ വെച്ചത് കപ്പിയാണ് അസംബിൾ ചെയ്യുന്നത്. ഇപ്പോൾ കപ്പിൻ്റെ ഈ കപ്പിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. ഉണ്ടാക്കി പകുതിയാവുമ്പോൾ നിങ്ങളെ നോട്ടിഫൈ ചെയ്യാം. ബൈ. അപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. പകുതിയായിട്ടില്ല. ഞങ്ങൾ കറക്റ്റ് നോക്കിയാണ് കാണിച്ചു തരാം. നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കോൺസ്റ്റാൻറ്റ് നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു എത്ര ദിവസമായി കാണും? 13 തുടങ്ങിയ 14 ആയില്ല അല്ലേ? ഒരാഴ്ച ഒരു ദിവസമായി. അയ്യോ, ഒരാഴ്ച ഞങ്ങൾ വെറും 3 വീഡിയോ മാത്രമേ കിട്ടുള്ളൂ. അത്രയും കിട്ടല്ലോ പോട്ടെ. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ഒരു ഓൺ വോയിസ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഓൺ വോയിസ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു വ്ളോഗ് പോലത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. കുറേ വീഡിയോ ഞങ്ങൾ ഒരു ഗ്ലാസ് കപ്പ് വേണമല്ലോ. ഗ്ലാസ് കപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലാസ് കപ്പ് എടുത്തുകൊണ്ട് വരാം. ലച്ചു ഗ്ലാസ് കപ്പ് എടുക്കാൻ ലച്ചു ഗ്ലാസ് കപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോവാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലച്ചു കപ്പിലേക്ക് പശ ഒഴിക്കുകയാണ്. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. വെള്ളം വെച്ച് പൂശാനാണ് ഗൈസ്. അപ്പം ഞാൻ സർക്കിളിന് കുറച്ചിടാൻ അത്യാവശ്യം എടുത്തിട്ട് ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ മറ്റേ എന്തായിരുന്നു ഞങ്ങളുടെ ശരിക്കുള്ള റിയൽ നെയിമാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ നെയിം അല്ല വിളിക്കുക, ഞങ്ങൾ നിക് നെയിമാണ് വിളിക്കുക. അപ്പോൾ പാർവണല്ലേ നിങ്ങളുടെ പേര്? പാർവണൻ്റെ നിക് നെയിം ലച്ചു, എൻ്റെ പേര് പാറു, നിയേൻ്റെ പേര് ഷിമ്മു, ആഷ്ലീൻ്റെ പേര് ആച്ചി. അപ്പോൾ പശ വെള്ളം വെച്ച് കലക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ലച്ചുവിൻ്റെ ഐഡിയ ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ഒരു Q&A ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കമൻറ്റ് സെക്ഷനിലിടാം. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഇടണം. ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കുറച്ചധികം ആൻസർ ചെയ്യാനുള്ള സംഭവങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യും.
അല്ലെങ്കിൽ ഇത്തിരി ഉള്ളെങ്കിൽ ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ മങ്ങിയ കളർ എല്ലാത്തിനോടൊക്കെ മതി. പക്ഷേ ഒട്ടിച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഞങ്ങൾ എടുക്കുക ഗൈസ്. ഇതിൻ്റെ ഫസ്റ്റ് പെറ്റലാണ്, ഗുഡ് ലക്ക് പെറ്റലാണത്. അടുത്തതാ സാറ്റിസ്ഫാക്ഷൻ ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഞങ്ങളെ ചാനലിൽ എന്താ ഇടുക എന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എന്നുവെച്ചാൽ എന്താ കോൺസെപ്റ്റ് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ വ്ളോഗ്സ് ഇടും, ചാലഞ്ചസ് ഇടും, ക്രാഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഏകദേശം ഇത്രയൊന്ന് സക്സസ്ഫുൾ ആകും തോന്നുന്നല്ലേ? കണ്ടിട്ട് സക്സസ്ഫുൾ ആകും തോന്നുന്നു. ടിഷ്യൂ ഇല്ലാണ്ടേ നമുക്ക് ആക്കാൻ പറ്റും. എൻ്റെ അടുത്തേക്ക് തിരിച്ചു വെച്ചാൽ എന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതൊക്കെ നല്ല ഒരു ഇത് ആയി വരുന്നുണ്ട്, നല്ല റിസൾട്ടായി വരുന്നുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുക, ഇത് നടുക്കൊരു ഹോളെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൊത്തം ഗ്ലൂ ഇങ്ങനെ ഈ നടുക്ക് മൊത്തം ഇങ്ങനെ ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അതായത് ഞാൻ വെയിലത്ത് വെക്കാൻ പോവാണ്. നിങ്ങളും കൂടി വാ. തിരിച്ചല്ലേ വെക്കണ്ടേ? നമുക്ക് ഒരു ന്യൂ ക്രിയേഷൻ ഉണ്ടാക്കിയാലോ. നമ്മൾ കോർണറിൽ മൊത്തം ഗ്ലൂ ഓക്കെ, എന്നിട്ട് ഇങ്ങനെ രണ്ടും ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ ഓൾറെഡി ബോർഡറെല്ലാം അവൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ടു ലച്ചു ബൈ പാറു എന്ന് എഴുതി കൊടുക്കാം. ഇത് ഈ ഒരു 3 ബോർഡിരിക്കുന്നു. ടു ലച്ചു ബൈ പാറു എന്ന് എഴുതിയിട്ട് ഞാൻ അവൾക്കൊരു ലെറ്റർ എഴുതാൻ പോവാണ് ഗൈസ്. ലെറ്റ് വായിക്കാൻ ഞാൻ വിളിക്കാം. അപ്പോൾ ലെറ്റ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വെച്ചു? കുഴപ്പമില്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ റിസൾട്ട്. നല്ല ഏകദേശം ഒരു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടിഷ്യൂ ആരും മേടിക്കാൻ പോകണ്ട, പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് റോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഐഡിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, വേറെ പണിയൊന്നും ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അധികം വലിയ വീഡിയോ ഉണ്ടാക്കാൻ അഭിപ്രായമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.